ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എപ്പിസോഡൊന്നും ഉണ്ടായില്ല, നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി ഭാഗമായിട്ടോ ഞാനിപ്പോൾ പറയാൻ പോണത്. അപ്പോൾ ശ്രുതി അശ്വിൻ്റെ മുഖത്തൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്വത്തും പണവും ഒന്നും എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളുടെ മുഖത്ത് സന്തോഷം മാത്രമില്ല. അത് വെച്ച് നോക്കുമ്പോൾ പണമില്ലാത്ത ഞാനൊക്കെ എത്ര ഭാഗ്യവതിയാണ്, ഞങ്ങൾ ഇടയ്ക്ക് സന്തോഷിക്കണമെങ്കിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും അശ്വിന് ദേഷ്യം വരുവാണ്. അങ്ങനെ അഞ്ജലി ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, ശ്രുതി അശ്വിൻ്റെയും അതുപോലെ തന്നെ ലാവണ്യയുടെയും കല്യാണക്കുറി അടിക്കാൻ പോവാണ്, നീയും കൂടി വരാവോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മേഡം, ഞാൻ വരാലോ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും അശ്വിൻ ദേഷ്യത്തോടു കൂടി തന്നെ വരുവാട്ടോ. അതെ, കല്യാണക്കുറി അടിക്കാനൊന്നും ഇവിടെ നിന്ന് ആരും പോകണ്ട. എന്താ കുഞ്ഞ നീ അങ്ങനെ പറയണത്, നീ കല്യാണത്തിന് സമ്മതിച്ചതല്ലേ, അപ്പോ കല്യാണക്കുറി അടിക്കണ്ടേ? കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്റെയും ലാവയുടെ എൻഗേജ്മെന്റ് നാളെ തന്നെ നടത്തണം. നാളെയോ? അതെന്താ പെട്ടെന്ന് നീ നാളത്തേക്ക് വെച്ചത്? അതെനിക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. നാളെ എൻഗേജ്മെന്റ് നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം എന്ന് അശ്വിൻ പറയാട്ടോ. അത് കേൾക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും സന്തോഷമാവും. കാരണം എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ വേണ്ടി അശ്വിൻ സമ്മതിച്ചല്ലോ എന്നാലോചിച്ചിട്ട്. പക്ഷേ ശ്രുതിക്കറിയാം ശ്രുതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ ഈ തീരുമാനം എടുത്തത്. പക്ഷെ ആ ഒരു തീരുമാനം അശ്വിനെ തന്നെ ഇല്ലാതാക്കാൻ പോകുവാട്ടോ. കാരണം വിവാഹ നിശ്ചയം പെട്ടെന്ന് നടത്താൻ പറഞ്ഞത് കൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും വിവാഹ നിശ്ചയത്തിന് ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. ആ സമയത്ത് അശ്വിന് ആകെ ഒരു നെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നത്, ഈശ്വര ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയല്ലോ, എന്റെ വിവാഹ നിശ്ചയം നടക്കാൻ പോവാണല്ലോ. ശ്രുതിയുടെ വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ എന്റെ വിവാഹ നിശ്ചയം നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, അവളെ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. പക്ഷെ ഇതിപ്പോ എനിക്ക് തന്നെ കുരുക്കായല്ലോ എന്നൊക്കെ അശ്വിൻ ആലോചിക്കുകയാണ്. അങ്ങനെ അശ്വിന്റെ ലാവയുടെ വിവാഹ നിശ്ചയ സമയത്ത് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരെയും നമ്മുടെ അഞ്ജലി വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വിളിക്കും. അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് ശ്യാമിനെയും കൂടി വിളിക്കാൻ പറയും. ശ്രുതിനെ കല്യാണം കഴിക്കാൻ വന്ന പയ്യനല്ലേ, അപ്പൊ ശ്യാമിനെയും കൂടി വിളിക്കാൻ വേണ്ടി പറയുവാണ്. ആ സമയത്താണ് നമ്മുടെ ശ്രുതി ഞെട്ടിച്ചുകൊണ്ട് ആ സത്യം മനസ്സിലാക്കുന്നത്. തന്നെ കല്യാണം കഴിക്കാൻ വന്ന ശ്യാമും അഞ്ജലിയുടെ ശ്യാമും ഒന്ന് തന്നെയാണെന്നുള്ള സത്യം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ ഈ ആഴ്ച കാണാൻ പോണത്. അതുകൊണ്ടിട്ടാണ് അവർ വെള്ളിയാഴ്ച ഒരു ദിവസത്തെ പ്രൊമോ മാത്രം കാണിച്ചത്. അപ്പൊ ബാക്കിയുള്ള ഈ ഭാഗം ഭയങ്കര ട്വിസ്റ്റ് നിറഞ്ഞ ഭാഗമായിട്ടാണ് ബാക്കിയൊന്നും കാണിക്കാതിരുന്നത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.